Once again, welcome back to Virtual Teaching. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ്. ആ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്താണെന്നും അതുപോലെ തന്നെ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തൊക്കെയാണെന്നും സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ നീഡ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തൊക്കെയാണെന്ന് നോക്കിയത്. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫങ്ഷനാണ് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്. അപ്പോൾ ഒന്നാമത്തെ ഫങ്ഷൻ എന്താണ്? ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്. എന്താ നോക്കാം. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് ടു പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ ഫോർ മേക്കിംഗ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഫോർകാസ്റ്റ്. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അവർ കൊടുക്കുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ എന്തിനു വേണ്ടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഷോർട്ട് ടേം ആയിട്ടും അതുപോലെ തന്നെ ലോങ് ടേം ഫോർകാസ്റ്റിങ്ങും നടത്താൻ വേണ്ടിയാണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഫർദർ പെർഫോമൻസിനെ പറ്റി അല്ലെങ്കിൽ ഓപ്പറേഷനെ പറ്റി പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ ദിസ് പർപ്പസ് ദ മാനേജ്മെൻറ്റ് അക്കൗണ്ട് യൂസ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ലൈക്ക് ട്രെൻഡ് സ്റ്റഡി, കോറിലേഷൻ, റിഗ്രഷൻ സ്റ്റഡി എക്സെട്ര. അപ്പോൾ എന്താണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാനേജ്മെൻറ്റ് അക്കൗണ്ട് ഏതൊക്കെ ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത്? ട്രെൻഡ് സ്റ്റഡി ഉപയോഗിക്കുന്നുണ്ട്, കോറിലേഷൻ, റിഗ്രഷൻ സ്റ്റഡീസ്, ബഡ്ജറ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഇങ്ങനെയുള്ള പല ടെക്നിക്സ് വെച്ചാണ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫോർകാസ്റ്റിങ്ങും പ്ലാനിങ്ങും നടത്തുന്നത്. രണ്ടാമത്തെ പോയിന്റാണ് ഓർഗനൈസിങ്. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഓർഗനൈസിങ്. The management accounting help the management in organizing the human and non-human resources. നമ്മുടെ ബിസിനസ്സിലെ ഹ്യൂമൻ റിസോഴ്സസിനെയും അതുപോലെ തന്നെ നോൺ ഹ്യൂമൻ റിസോഴ്സസിനെയും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് കോർഡിനേറ്റിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ് ബൈ പ്രൊവൈഡിംഗ് ഡിഫറെൻറ്റ് ടൂൾസ് ഓഫ് കോർഡിനേഷൻ ആസ് ബഡ്ജറ്റിംഗ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഫിനാൻഷ്യൽ അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാണ്, അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാണ്. എങ്ങനെ? അവർ ഡിഫറെൻറ്റ് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ കോർഡിനേഷൻ സച്ച് ആസ് ബഡ്ജറ്റിംഗ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഫിനാൻഷ്യൽ അനലൈസിസ്, ഇൻ്റർപ്രിട്ടേഷൻ. ഇപ്പോൾ ഈ ടൂൾസൊക്കെ ഉപയോഗിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൃത്യമായിട്ട് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷനെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് ആണ് കൺട്രോളിംഗ് പെർഫോമൻസ്. The management accounting help in controlling the performance of the organization by using standard costing, budgetary control, accounting ratio, cash and fund flow statement, etc. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈ ഒരു പറയുന്ന ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബഡ്ജറ്ററി കൺട്രോളൊക്കെ ഉപയോഗിച്ച് എന്ത് കൺട്രോൾ? നമ്മുടെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതാണ് നാലാമത്തെ പോയിന്റ്, കൺട്രോളിംഗ് പെർഫോമൻസ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഫിനാൻഷ്യൽ അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. The management accountant analyze the data and present it before the management in non-technical manner along with his comment and suggestion. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ആ ഡാറ്റയും അതുപോലെ എല്ലാം അനലൈസ് ചെയ്തിട്ട് അത് മാനേജ്മെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത് ഒരു നോൺ ടെക്നിക്കൽ മാനറിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ കമൻസും അദ്ദേഹത്തിൻ്റെ സജഷൻസ് ആയിരിക്കും അതിൽ കാണിക്കുക. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ അനലൈസും ഇൻ്റർപ്രിട്ടേഷനും ആര് നടത്തും? നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് നടത്തിയിട്ടായിരിക്കും മാനേജ്മെൻറ്റ് അത് ഏൽപ്പിക്കുക. നെക്സ്റ്റ് പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ വേരിയസ് റിപ്പോർട്ട് ടു കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട് ടു ദ സുപ്പീരിയർ ടു മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ആൻഡ് ടു എക്സസൈസ് എഫക്റ്റീവ് കൺട്രോൾ ഓവർ ദ ആക്ടിവിറ്റീസ്. മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്ത് പ്രിപ്പയർ ചെയ്യുന്നു? വേരിയസ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യും. നമുക്കറിയാം ആ വേരിയസ് റിപ്പോർട്ട്സ് ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? നമ്മൾ സുപ്പീരിയേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആ റിപ്പോർട്ടിലൂടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ആക്ടിവിറ്റീസ് അവരുടെ ആ ഒരു വർക്കിൽ നമുക്ക് എഫക്റ്റീവായിട്ട് കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഏറ്റവും നല്ല രീതിയിൽ ടേക്ക് സൗണ്ട് ഡിസിഷൻസാണ്, നല്ല രീതിയിൽ ഡിസിഷൻസ് എടുക്കാനും ഈ ഒരു റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് പ്രൊട്ടക്ഷൻ ഓഫ് ബിസിനസ് അസറ്റ്. ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ബിസിനസ് അസറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിനാണ് എന്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? നമ്മുടെ ബിസിനസ് അസറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഹീ ഈസ് ടു സീ ദാറ്റ് സഫിഷ്യൻറ്റ് ഫണ്ട് ആർ അവൈലബിൾ ഫോർ. അദ്ദേഹം മാനേജ്മെൻറ്റ് അക്കൗണ്ട് നോക്കണം സഫിഷ്യൻറ്റ് ഫണ്ടെല്ലാം അറേഞ്ച് അല്ലെങ്കിൽ എന്താണ് അവൈലബിൾ ആണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ആ ഒരു ബിസിനസ് അസറ്റിനെ റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റിന് റീപ്ലേസ്മെൻറ്റ് വേണമെങ്കിൽ അത് മാറ്റാനും, അതിനുള്ള എല്ലാ ഫണ്ടും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണോ എന്ന് നോക്കണം.
ഈസ് ഓൾസോ ടു സീ ദാറ്റ് ബിസിനസ് അസറ്റ് ആർ പ്രോപ്പർലി ഇൻഷുർഡ്. അത് മാത്രമല്ല അദ്ദേഹം എന്തും നോക്കണം, നമ്മുടെ ബിസിനസ് അസറ്റ് എല്ലാം പ്രോപ്പർലി ഇൻഷുർഡ് ആണെന്ന് കൂടി നമ്മുടെ ഈ മാനേജിംഗ് അക്കൗണ്ടന്റ് ക്ലിയർ ആയിട്ട് നോക്കിയിരിക്കണം. നെക്സ്റ്റ് ആണ് ടാക്സ് പോളിസീസ്. The managing accountant is responsible for tax policies and procedure. മാനേജിംഗ് അക്കൗണ്ടന്റ് നമ്മുടെ ടാക്സ് പോളിസീസും പ്രൊസീജിയേഴ്സും കൃത്യമായിട്ടാണോ കൊണ്ടുപോകുന്നതെന്ന് നോക്കണം. He will make available the reports required by various authorities. അപ്പോൾ വേരിയസ് അതോറിറ്റീസിന് വേണ്ട റിപ്പോർട്ട്സ് എല്ലാം കൃത്യമായിട്ട് മാനേജ്മെന്റ് എത്തിക്കേണ്ടതും നമ്മുടെ ഈ മാനേജിംഗ് അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മാനേജിംഗ് അക്കൗണ്ടന്റിന്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ്? ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്, organizing, coordinating, controlling performance, then financial analysis and interpretation, communication, protection of business asset, tax policies. Clear ആയല്ലോ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്ന്. ഫസ്റ്റ് വൺ ആണ് പ്ലാനിങ്. ഇറ്റ് ഇൻവോൾവ് ഫോർമുലേഷൻ ഓഫ് പോളിസീസ്, സെറ്റിംഗ് അപ്പ് ഓഫ് ഗോൾ ആൻഡ് ഇനിഷ്യേറ്റിംഗ് നെസസറി പ്രോഗ്രാംസ് ഫോർ അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾ. അപ്പോൾ നമ്മളുടെ ഓർഗനൈസേഷനിൽ കൃത്യമായിട്ടുള്ള പോളിസീസിൻ്റെ ഫോർമുലേഷൻ, അതുപോലെ ഗോൾ സെറ്റ് ചെയ്യുക, അതുപോലെ നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്പ് വേണം അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഗ്രാംസ് വേണം അതെല്ലാം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അതെല്ലാമാണ് പ്ലാനിങ് എന്ന ഒരു പോയിന്റിലൂടെ വരുന്നത്. രണ്ടാമത്തെയാണ് കൺട്രോളിങ്. കൺട്രോളിങ് എന്താണ്? ഇറ്റ് ഇൻവോൾവ് ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ്, കീപ്പിംഗ് ഇൻ വ്യൂ ദാറ്റ് the actual performance coincide with the planned one and remedial measures are taken. കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ പെർഫോമൻസ്, ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുകയും അവരുടെ ആക്ച്വൽ പെർഫോമൻസിനെ നമ്മുടെ പ്ലാൻഡ് വണ്ണായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് എന്തെങ്കിലും റെമീഡിയൽ മെഷേഴ്സ് വേണമെങ്കിൽ അത് എടുക്കുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റാണ് കോർഡിനേറ്റിംഗ്. എന്താണ് കോർഡിനേറ്റിംഗ് നോക്കാം. There are different functional departments operating in an organization like പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ് എക്സെട്ര. അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ലൈക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ദ ആക്ടിവിറ്റീസ് ഓഫ് ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി കോർഡിനേറ്റഡ്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം എന്തായിരിക്കണം? കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്, കോർഡിനേറ്റിംഗ്. ഈ നാലാമത്തെ പോയിന്റാണ് ഓർഗനൈസിങ്. എന്താണ് ഓർഗനൈസിങ് നോക്കാം. ഇറ്റ് ഇൻവോൾവ് ഗ്രൂപ്പിംഗ് ഓഫ് ഓപ്പറേറ്റിംഗ് ആക്ഷൻ ഇൻ എ വേ ടു ഐഡൻറ്റിഫൈ ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി വിത്തിൻ ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ഷനെ കൃത്യമായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ അതോറിറ്റി എന്താണെന്നും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നാലാമത്തെ പോയിന്റ് ഓർഗനൈസിങ്. നെക്സ്റ്റ് പോയിന്റ് ആണ് മോട്ടിവേറ്റിംഗ്. എന്താണ് മോട്ടിവേറ്റിംഗ് നോക്കാം. ഇറ്റ് ഇൻവോൾവ് മെയിൻ്റനൻസ് ഓഫ് എ ഹൈ ഡിഗ്രി ഓഫ് മോറൽ ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിൽ ഹൈ ഡിഗ്രി ഓഫ് മോറൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് മോട്ടിവേറ്റിനോട് പറയുന്നത്. ദ പെർഫോമൻസ് അപ്രൈസൽ ഇസ് മെയ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഡാറ്റ ആൻഡ് മാനേജ് ഡിസിഷൻ ടു ടേക്ക് ടു റിവാർഡ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് റിവാർഡ് ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഡാറ്റേനെയും അതുപോലെ തന്നെ മാനേജർ ഡിസിഷൻ എടുത്തിട്ട് പെർഫോമൻസ് അപ്രൈസൽ നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ എംപ്ലോയീസിന് റിവാർഡ് കൊടുക്കുന്നു. അങ്ങനെ റിവാർഡ് കൊടുക്കുമ്പോൾ എന്താവും? നമ്മുടെ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആകും. നെക്സ്റ്റ് ആണ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്താ നോക്കാം. ദ മാനേജിംഗ് അക്കൗണ്ട് ഹെൽപ്ഡ് ഇൻ ടേക്കിംഗ് മാനേജറൽ ഡിസിഷൻ. അപ്പോൾ എന്താണ്? നമ്മുടെ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ആ അക്കൗണ്ട് വെച്ചിട്ട് മാനേജർ ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നു. The statement and report are made available by the management accountant at the time when the management need them. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിന് എപ്പോഴൊക്കെയാണോ സ്റ്റേറ്റ്മെൻറ്റ്സും റിപ്പോർട്ട്സും ആവശ്യം വരുന്നത് ആ ടൈമിൽ തന്നെ മാനേജ്മെൻറ്റിന് അത് അവൈലബിളായി മാനേജ്മെൻറ്റ് അക്കൗണ്ടിന് കൊടുക്കുന്നതായിരിക്കും. ഇതാണ് ഡിസിഷൻ മേക്കിങ്ങിലൂടെ പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് ആണ് കമ്മ്യൂണിക്കേറ്റിംഗ്. എന്താണ് കമ്മ്യൂണിക്കേറ്റ് നോക്കാം. ഇറ്റ് ഇൻവോൾവ് ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ, റിസൾട്ട് എക്സെട്ര ബോത്ത് ടു ദ ഇൻസൈഡർ ആസ് വെൽ ആസ് ദ ഔട്ട്സൈഡർ. നമ്മുടെ കയ്യിലുള്ള ഡാറ്റ, നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡാറ്റ, റിസൾട്ട് എല്ലാത്തിനും നമുക്ക് നമ്മുടെ കമ്പനിയിലെ ഇൻസൈഡുമായിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് വേണം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി പുറത്തുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ആവശ്യമായിരിക്കും. അപ്പോൾ രണ്ടുപേർക്ക് അത് എന്ത് ചെയ്യുക? അവൈലബിൾ ആക്കി കൊടുക്കുക. ദ ഓർഡർ ഓഫ് ദ സുപ്പീരിയർ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ സബോർഡിനേറ്റ്സ്. അതുപോലെ എന്ത് ചെയ്യണം? നമ്മുടെ സുപ്പീരിയേഴ്സ് തരുന്ന ഓർഡേഴ്സ് കൃത്യമായിട്ട് സബോർഡിനേറ്റ്സിലേക്ക് എത്തിക്കുകയും വൈൽ ദ റിസൾട്ട് അച്ചീവ്ഡ് ബൈ സബോർഡിനേറ്റ്സ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ സുപ്പീരിയർ. അതുപോലെ തന്നെ സബോർഡിനേറ്റ്സ് ഉണ്ടാക്കുന്ന റിസൾട്ട് അത് കൃത്യമായിട്ട് നമ്മൾ ആരെ എത്തിക്കണം? നമ്മുടെ സുപ്പീരിയേഴ്സിലേക്കും റിപ്പോർട്ട് എത്തിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാനേജർ അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എത്ര പോയിന്റ്സ് ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് വൺ പ്ലാനിങ്, നെക്സ്റ്റ് കൺട്രോളിങ്,
നെക്സ്റ്റ് കോർഡിനേറ്റിംഗ്, ഓർഗനൈസിങ്, മോട്ടിവേറ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് കോളം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, നെക്സ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫസ്റ്റ് പോയിന്റ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് മെന്റ് ഫോർ ഷോയിങ് ദ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കൺസേൺ. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കൺസേൺ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺ വിത്ത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ യൂസ്ഫുൾ ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റിലേക്ക് എത്തിക്കുക എന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എയിം. ഇറ്റ് ഈസ് മെയിൻലി കൺസേൺ വിത്ത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. എപ്പോഴും ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അത് എന്തിൽ ബേസ് ചെയ്തിരിക്കും? ഹിസ്റ്റോറിക്കൽ ഡാറ്റയെ ബേസ് ചെയ്തിരിക്കും. ഇറ്റ് ഡീൽസ് മെയിൻലി വിത്ത് ദ പ്രൊജക്റ്റഡ് ഡാറ്റ. അവിടെ പ്രൊജക്റ്റഡ് ഡാറ്റേനായിരിക്കും ഒരു മെയിനായിട്ട് ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തായിരിക്കും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് കമ്പൽസറി. നമ്മൾ കമ്പൽസറി ആയിട്ടും പ്രിപ്പയർ ചെയ്തിരിക്കേണ്ട ഒരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രിപ്പറേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് നോട്ട് കമ്പൽസറി. എന്നാൽ എന്താണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യണമെന്നത് കമ്പൽസറി അല്ല. ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓൺലി ആക്ച്വൽ ഫിഗേഴ്സ് ആർ റെക്കോർഡഡ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ആക്ച്വൽ ഫിഗേഴ്സ് മാത്രമായിരിക്കും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇമ്പോർട്ടൻസ് ആർ ഗീവൻ ടു പ്രൊജക്ഷൻ ആൻഡ് എസ്റ്റിമേറ്റ്സ്. നമുക്ക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്ത കാര്യങ്ങളിലേക്കും കൂടുതൽ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മണി ട്രാൻസാക്ഷൻ ആർ ഓൺലി റെക്കോർഡഡ്. കാരണം റിയൽ ആയിട്ടുള്ള മണി ട്രാൻസാക്ഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇവിടെ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. എന്നാൽ ബോത്ത് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ഈവൻറ്റ്സ് ആർ റെക്കോർഡ്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിലാണെങ്കിൽ മോണിറ്ററി ഈവൻറ്റ്സും നോൺ മോണിറ്ററി ഈവൻറ്റ്സും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫസ്റ്റ് വൺ ആണ് ബ്രോഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. Management accounting has a broad scope. Any time and everything connected with the management decision making is covered by its discipline, and hence it is very difficult to manage the process of financial data by a single individual. അപ്പോൾ നമുക്കറിയാം മാനേജ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ വളരെയധികം വൈഡ് ഏരിയ കവർ ചെയ്യുന്ന ടോപ്പിക്കാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ എന്താണ് ഒരു ഒറ്റ സിംഗിൾ പേഴ്സണ് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ പോയിന്റാണ് ഡിപ്പെൻഡ്സ് ഓൺ ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓൾ മാനേജ്മെൻറ്റ് ഡിസിഷൻ ആർ ടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റിംഗ് ഇൻഫോർമേഷൻ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനിൽ നിന്നും അതുപോലെ തന്നെ കോസ്റ്റിംഗ് ഇൻഫോർമേഷനിൽ നിന്നുമാണ് എന്തുണ്ടാക്കുന്നത്? മാനേജ്മെൻറ്റ് ഡിസിഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. The accuracy of business decision depends on a large extent on the accuracy of costing and financial records. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ട് ആക്യുറസിന് എന്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആക്യുറസി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാൽ ഈ പറയുന്ന കോസ്റ്റിംഗ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എപ്പോഴും ഇൻഅക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് പറ്റും? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും അതിൻ്റെ ആക്യുറസിയും കുറയും. മൂന്നാമത്തെയാണ് കോസ്റ്റ്ലി ഇൻസ്റ്റോളേഷൻ. ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻസ്റ്റോളേഷൻ ചെയ്യാത്ത വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദി ഇൻസ്റ്റോളേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം നീഡ് എ വെരി എലാബറേറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ന്യൂമറസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ എന്താണ് നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻസ്റ്റാൾ ചെയ്യുക, സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രോസസ്സാണ് അല്ലെങ്കിൽ പ്രൊസീജിയറാണ്. അതുപോലെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കതിൽ വേണ്ടി വരും. നെക്സ്റ്റ് ആണ് ലാക്ക് ഓഫ് കോർഡിനേഷൻ. Though management accounting provide good solution to business problems. ബിസിനസ് പ്രോബ്ലംസിനൊക്കെ വേണ്ടി നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്താൽ പോലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്നത് എന്തിനു വേണ്ടിയല്ല? നമുക്ക് ഒരിക്കലും അത് കോർഡിനേഷന് വേണ്ടിയല്ല നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ലാക്ക് ഓഫ് കോർഡിനേഷൻ ഉണ്ടാവും. ലാസ്റ്റ് പോയിന്റ് ആണ് പ്രൊവൈഡ് ഓൺലി ഡാറ്റ. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ടു പ്രൊവൈഡ് ഡാറ്റ ആൻഡ് നോട്ട് ഡിസിഷൻ. എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഡ്യൂട്ടി? എന്താണ്? മാനേജ്മെൻറ്റിലേക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക എന്നത് മാത്രമാണ്, അല്ലാണ്ട് അവർ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത് അല്ല. ഇതെല്ലാമാണ് മെയിനായിട്ട് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് വൺ ബ്രോഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. രണ്ടാമത് ഡിപ്പെൻഡ്സ് ഓൺ ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ്ലി ഇൻസ്റ്റോളേഷൻ, ലാക്ക് ഓഫ് കോർഡിനേഷൻ, പ്രൊവൈഡ് ഓൺലി
ഡാറ്റ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് വാട്ട് ആർ ദ ടൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. Financial planning. It involves determining both long-term and short-term financial objective of the firm. നമ്മുടെ ഫേമിൻ്റെ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് എന്താണെന്നും അതുപോലെ തന്നെ ലോങ് ടേം ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്താണെന്നും കൃത്യം ഡിറ്റർമൈൻ ചെയ്യുക. ഇതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് അനലൈസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. This helps to determine the significance and meaning of the financial statement. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നും ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മീനിങ് എന്താണെന്നും കൃത്യമായിട്ട് ഡിറ്റർമൈൻ ചെയ്യുക. അതാണ് രണ്ടാമത്തെ ടൂള്, അനലൈസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്. സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ആക്ച്വൽ കോസ്റ്റ് ഡാറ്റ ഓൺ ഓർ ആഫ്റ്റർ ദ ഡേറ്റ് when it has been incurred is called historical cost accounting. എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നതാൽ നമ്മൾ ആ ഒരു കോസ്റ്റ് ഡാറ്റ ആക്ച്വൽ കോസ്റ്റ് ഡാറ്റ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ ഡേറ്റ് ഓഫ് ഹാപ്പനിങ് എന്നാ നടന്നത് അന്ന് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആ ഡേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ബഡ്ജറ്ററി കൺട്രോൾ. ഇറ്റ് ഈസ് എ ഡിവൈസ് ഫോർ മാനേജൽ കൺട്രോൾ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ്. നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസിൻ്റെ മാനേജൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. എന്താ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? ദിസ് ഇൻവോൾവ് ദ ടെക്നിക് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ദർ കമ്പാരിസൺ വിത്ത് ആക്ച്വൽ കോസ്റ്റ് ആൻഡ് അനലൈസ് ഓഫ് ദ വേരിയൻസ്. നമ്മളൊരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്ത് വയ്ക്കും, എന്നിട്ട് നമ്മുടെ ആക്ച്വൽ കോസ്റ്റിനെ ആ സ്റ്റാൻഡേർഡ് കോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യും, എന്നിട്ട് എന്തോരം വേരിയേഷൻ വന്നിട്ടുണ്ടോ ആ വേരിയേഷൻ അനലൈസ് ചെയ്തെന്ന് മാറ്റാൻ ശ്രമിക്കുക. ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് കൺട്രോൾ മെത്തേഡാണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഡിസിഷൻ അക്കൗണ്ടിങ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ മാനേജ്മെൻറ്റ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്താണ്? ഡിസിഷൻ ഉണ്ടാക്കുക എന്നതാണ്. ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ് എ ചോയ്സ് ബിറ്റ്വീൻ വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്, നമ്മുടെ മുമ്പിൽ കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ഒരു ചോയ്സ് സെലക്ട് ചെയ്യുക. അതാണ് ഡിസിഷൻ മേക്കിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഈസ് റിവാലുവേഷൻ അക്കൗണ്ടിങ്. Revaluation accounting is a method employed for overcoming the problem connected with replacement of fixed asset during the period of rising price. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൈസ് റൈസ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിൽ നമ്മുടെ വില കൂടുന്ന സമയത്ത് നമ്മൾ ഫിക്സഡ് അസറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ അപ്പോൾ ഉണ്ടാവുന്ന ആ പ്രോബ്ലംസ് റിക്കവർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് റിവാലുവേഷൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതോടെ ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ആവാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് മോഡ്യൂളാണ് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. അതിനെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റയുടെ അക്കൗണ്ട് ലിങ്ക് ഞാൻ ഇടുന്നതായിരിക്കും, അതിൽ നമുക്ക് നേരിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.